PSC ഇൻഫിനിറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ക്വസ്റ്റ്യൻ കോഡ് 133/2024 പ്രകാരം കേരള PSC നടത്തിയ പരീക്ഷയുടെ ഫൈനൽ ആൻസർ കീ പ്രകാരമുള്ള ചോദ്യോത്തരങ്ങളാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യോത്തരങ്ങൾ വരാനിരിക്കുന്ന കമ്പനി ബോർഡ് LGS, 10th പ്രിലിംസ്, VFA, ബെവ്കോ LD തുടങ്ങിയ പരീക്ഷകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുത്തെഴുതുക. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം. അതുപോലെ എനിക്ക് ശേഷം പ്രളയം എന്നീ രണ്ട് പ്രസ്താവനകളും ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 1ഉം 3ഉം ശരിയാണ്. 1ഉം 3ഉം ശരിയാണ്. രണ്ടാമത്തെ ചോദ്യം, ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് ആരാണ്? ഐക്യ കേരളം തമ്പുരാൻ എന്നറിയപ്പെടുന്നത് മഹാരാജ കേരളവർമ്മയാണ്. മഹാരാജ കേരളവർമ്മ. മൂന്നാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. നാലാമത്തെ ചോദ്യം, മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളിൽ ശരിയായത് തിരഞ്ഞെടുത്തെഴുതുക. ശരിയായത് ആണ് ചോദിച്ചത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം പ്രസ്താവനകൾ ശരിയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ, ക്വിറ്റ് ഇന്ത്യ സമരവുമായി ബന്ധപ്പെട്ടതാണ്. ചമ്പാരൻ സത്യാഗ്രഹം, ഇതും ശരിയാണ്. സിവിൽ നിയമ ലംഘന പ്രസ്ഥാനം, ഇതും ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. ഈ 3 പ്രസ്താവനകളും മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട സംഭവങ്ങളാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1ഉം 2ഉം 3ഉം ശരിയാണ്. അഞ്ചാമത്തെ ചോദ്യം, ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളിൽ ശരിയായവ ഏത്? ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ് മുഹമ്മദ് അലി, ഷൗക്കത്ത് അലി. മൗലാന മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും ഖിലാഫത്ത് പ്രസ്ഥാനത്തിൻ്റെ നേതാക്കളാണ്. ആറാമത്തെ ചോദ്യം, ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹം അടുത്തിടെ വിക്ഷേപിച്ചു. ഏതാണ് ഈ ഉപഗ്രഹം? ഇന്ത്യയുടെ കാലാവസ്ഥാ നിരീക്ഷണ ഉപഗ്രഹമാണ് ഇൻസാറ്റ് 3DS. ഇൻസാറ്റ് 3DS. ഏഴാമത്തെ ചോദ്യം, ഓവർലാപ്പോടു കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഓവർലാപ്പോടു കൂടിയ ഒരു ജോഡി ആകാശീയ ചിത്രങ്ങളിൽ നിന്നും ത്രിമാന ദൃശ്യം ലഭിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്റ്റീരിയോസ്കോപ്പ്. സ്റ്റീരിയോസ്കോപ്പ്. ഉത്തരം ഓപ്ഷൻ ബി സ്റ്റീരിയോസ്കോപ്പ്. എട്ടാമത്തെ ചോദ്യം, സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖ ഏതാണ്? സമുദ്രനിരപ്പിൽ നിന്നും ഒരേ ഉയരമുള്ള സ്ഥലങ്ങളെ തമ്മിൽ യോജിപ്പിച്ച് ഭൂപടത്തിൽ വരയ്ക്കുന്ന സാങ്കല്പിക രേഖയാണ് കോണ്ടൂർ രേഖ. കോണ്ടൂർ രേഖ. ഉത്തരം ഓപ്ഷൻ എ കോണ്ടൂർ രേഖ. ഒമ്പതാമത്തെ ചോദ്യം, ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരം ഏതാണ്? ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്ന പർവ്വത ശിഖരമാണ് നീലഗിരി കുന്ന്. ഉത്തരം ഓപ്ഷൻ ഡി നീലഗിരി കുന്നിലാണ് ദോഡാബേട്ട കൊടുമുടി സ്ഥിതി ചെയ്യുന്നത്. പത്താമത്തെ ചോദ്യം, ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖം ഏതാണ്? ഹൂഗ്ലി നദിയിൽ സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് കൊൽക്കത്ത തുറമുഖം. ഉത്തരം ഓപ്ഷൻ സി കൊൽക്കത്ത തുറമുഖം. 11ാമത്തെ ചോദ്യം, പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം ഏതാണ്? പശ്ചിമഘട്ടത്തിലെ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതമാണ് ചിന്നാർ വന്യജീവി സങ്കേതം. ചിന്നാർ വന്യജീവി സങ്കേതം. 12ാമത്തെ ചോദ്യം, ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരം ആരാണ്? ഒളിമ്പിക്സ് വനിതാ ഷൂട്ടിംഗ് മത്സരങ്ങളിൽ ഇന്ത്യക്ക് ആദ്യമായി മെഡൽ നേടിത്തന്ന താരമാണ് മനു ഭാക്കർ. മനു ഭാക്കർ.
13-ാമത്തെ ചോദ്യം, താഴെ പറയുന്ന പ്രസ്താവനകളിൽ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമില്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ 2. രണ്ടാമത്തെ പ്രസ്താവന തെറ്റാണ്. അപ്പോൾ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധമുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. മഹലനോബിസ് മാതൃകയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി. ഇത് ശരിയായ പ്രസ്താവനയാണ്. വ്യവസായ വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. രണ്ടാം പഞ്ചവത്സര പദ്ധതി ഊന്നൽ കൊടുത്തത് വ്യവസായ വികസനത്തിനാണ്. ഇതും ശരിയാണ്. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. വിദേശ രാജ്യങ്ങളുടെ സഹായത്തോടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഉരുക്കു നിർമ്മാണശാലകൾ സ്ഥാപിച്ചു. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മളോട് തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 14-ാമത്തെ ചോദ്യം PSC ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. 15-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് എന്താണ്? ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത് ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയും. ഇന്ത്യയുടെ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും കമ്മിയുമാണ് ഇന്ത്യയിൽ ഉദാരവൽക്കരണത്തിന് കാരണമായത്. 16-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനം അല്ലാത്തത് ഏതാണ്? അല്ലാത്തതാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ഡി. അപ്പോൾ ഇന്ത്യയിലെ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് കമ്പനികൾ, ഇൻഷുറൻസ് ബാങ്കുകൾ, മ്യൂച്വൽ സേവിങ്സ് ബാങ്കുകൾ. ഇവയെല്ലാം ഈ ബാങ്കിംഗ് ഇതര ധനകാര്യ സ്ഥാപനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. 17-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഹരിത വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. അതായത് ഹരിത വിപ്ലവത്തിൻ്റെ വക്താവാണ് MS സ്വാമിനാഥൻ. ഇത് ശരിയാണ്. ഹരിത വിപ്ലവത്തിൻ്റെ വക്താവ് MS സ്വാമിനാഥനാണ്. 2, ആദ്യ കാലഘട്ടങ്ങളിൽ ഇത് ഗോതമ്പ് വിപ്ലവം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഹരിത വിപ്ലവം കാലഘട്ടങ്ങളിൽ അറിയപ്പെടുന്നത് ഗോതമ്പ് വിപ്ലവം എന്നാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. 3, രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണ് ഹരിത വിപ്ലവം. രാസവളങ്ങളും രാസകീടനാശിനികളും ഉപയോഗിച്ചുള്ള കൃഷി രീതിയാണിത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ ശരി ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 18-ാമത്തെ ചോദ്യം, പാലിൻ്റെയും പയർ വർഗ്ഗങ്ങളുടെയും ഉൽപാദന കാര്യത്തിൽ നിലവിൽ ഇന്ത്യക്ക് എത്രാമത്തെ സ്ഥാനമാണ്? ഉത്തരം ഓപ്ഷൻ എ. 1-ാം സ്ഥാനം. 19-ാമത്തെ ചോദ്യം, 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനായി നിയമിക്കപ്പെട്ടത് ആരാണ്? 16-ാം ധനകാര്യ കമ്മീഷന്റെ ചെയർമാനാണ് അരവിന്ദ് പനഗരിയ. 20-ാമത്തെ ചോദ്യം, ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് താഴെ പറയുന്നവയിൽ ഏതാണ്? ഓൾ ഇന്ത്യ സർവീസിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പാണ് ആർട്ടിക്കിൾ 312. ഉത്തരം ഓപ്ഷൻ ഡി. ആർട്ടിക്കിൾ 312. 21-ാമത്തെ ചോദ്യം, യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ പട്ടികയിലാണ്? യൂണിയൻ ഗവൺമെന്റിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും അധികാരങ്ങളെ വിഭജിക്കുന്ന ലിസ്റ്റുകൾ ഇന്ത്യൻ ഭരണഘടനയുടെ 7-ാം പട്ടികയിലാണുള്ളത്. 7-ാമത്തെ പട്ടികയിലാണുള്ളത്. ഉത്തരം ഓപ്ഷൻ എ. 22-ാമത്തെ ചോദ്യം, യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ സി. 3 മാത്രം ശരിയാണ്. അതായത് യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. യൂണിയൻ പബ്ലിക് സർവീസ് അംഗങ്ങളെയും ചെയർമാനെയും നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഇതാണ് ശരിയായ പ്രസ്താവന.
23-ാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഫിനാൻസ് കമ്മീഷനെ കുറിച്ചുള്ള ഏറ്റവും ശരിയായ വസ്തുതകൾ താഴെ പറയുന്നവയിൽ ഏതൊക്കെയാണ്? ഉത്തരം ഓപ്ഷൻ ബി 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 1951 രൂപം കൊണ്ട ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് KC നിയോഗി. ഉത്തരം ശരിയാണ്. 1951 രൂപം കണ്ട ആദ്യത്തെ ഫിനാൻസ് കമ്മീഷൻ ചെയർമാനാണ് KC നിയോഗി. ഇത് ശരിയായ പ്രസ്താവനയാണ്. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. ഫിനാൻസ് കമ്മീഷന്റെ നിർദ്ദേശങ്ങൾ ഉപദേശക സ്വഭാവമുള്ളതാണ്. ഇതും ശരിയാണ്. 3. അർദ്ധ ജുഡീഷ്യൽ സ്വഭാവമുള്ളതാണ് ഈ സമിതി. ഫിനാൻസ് കമ്മീഷൻ ഒരു അർദ്ധ ജുഡീഷ്യൽ സമിതിയാണ്. ഇതും ശരിയാണ്. അപ്പോൾ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 24-ാമത്തെ ചോദ്യം. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതൊക്കെയാണ്? ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ സംബന്ധിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. 1993 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ സ്ഥാപിതമായത്. ഇത് ശരിയാണ്. 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഭരണഘടനാപരമായ അംഗീകാരം ലഭിച്ചു. 102-ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന് ഭരണഘടനാ അംഗീകാരം ലഭിച്ചത്. ഇതും ശരിയായ പ്രസ്താവനയാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ നൽകേണ്ടത് രാഷ്ട്രപതിക്കാണ്. കമ്മീഷൻ വാർഷിക റിപ്പോർട്ടുകൾ സമർപ്പിക്കേണ്ടത് രാഷ്ട്രപതിക്കാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി 1, 2, 4 പ്രസ്താവനകൾ ശരിയാണ്. 25-ാമത്തെ ചോദ്യം. താഴെ തന്നിരിക്കുന്നതിൽ ഇപ്പോഴത്തെ കേന്ദ്ര മന്ത്രിസഭയിലെ അറ്റോമിക് എനർജി വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഉത്തരം ഓപ്ഷൻ എ നരേന്ദ്രമോദി. ഉത്തരം ഓപ്ഷൻ എ ശ്രീ നരേന്ദ്രമോദി. 26-ാമത്തെ ചോദ്യം. ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ ആരാണ്? ഇപ്പോഴത്തെ ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാനാണ് ശ്രീ കിഷോർ മക്വാന. 27-ാമത്തെ ചോദ്യം. കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യത്തെ വനിത ആരാണ്? കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിൽ എത്തിയ ആദ്യത്തെ വനിതയാണ് പത്മ രാമചന്ദ്രൻ. പത്മ രാമചന്ദ്രനാണ് കേരളത്തിൽ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത. 28-ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടനയുടെ 309-ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കുവാനുള്ള അധികാരം ആർക്കാണ്? ഇന്ത്യൻ ഭരണഘടനയുടെ 309-ാം അനുച്ഛേദ പ്രകാരം കേരള സിവിൽ സർവീസ് നിയമന വേതന ചട്ടങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? കേരള ഗവൺമെന്റിനാണുള്ളത്. ഉത്തരം ഓപ്ഷൻ ഡി കേരള ഗവൺമെന്റ്. ഉത്തരം ഓപ്ഷൻ ഡി കേരള ഗവൺമെന്റ്. 29-ാമത്തെ ചോദ്യം. ഭൂമിയുടെ വൃക്കകൾ എന്ന് അറിയപ്പെടുന്നത് എന്തിനെയാണ്? ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത് തണ്ണീർത്തടങ്ങളാണ്. ഉത്തരം ഓപ്ഷൻ സി തണ്ണീർത്തടങ്ങളാണ് ഭൂമിയുടെ വൃക്കകൾ എന്നറിയപ്പെടുന്നത്. 30-ാമത്തെ ചോദ്യം. വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസ് താഴെ പറയുന്നവയിൽ ഏതാകുന്നു? വിവാഹബന്ധം ഏർപ്പെടുത്തിയ മുസ്ലിം വനിതകൾക്ക് ജീവനാംശം നൽകുന്നതുമായി ബന്ധപ്പെട്ട കേസാണ് ഷാബാനു കേസ്. 31-ാമത്തെ ചോദ്യം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന കണ്ടെത്തുക. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. ദേശീയ ദുരന്ത നിവാരണ നയം അനുസരിച്ച് സംസ്ഥാനത്ത് രൂപീകൃതമായ ഏജൻസിയാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. സംസ്ഥാന ദുരന്ത നിവാരണ നയം രൂപീകരിക്കുന്നത് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഇതും ശരിയായ പ്രസ്താവനയാണ്. പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണയിക്കുന്നു.
പ്രകൃതി ദുരന്ത സാധ്യതയുള്ള മേഖലകൾ നിർണ്ണയിക്കുന്നു. ഇതും ശരിയാണ്. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു. വിവിധ വകുപ്പുകളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നതും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 32ാമത്തെ ചോദ്യം. സമൂഹത്തിൽ വിവിധ തരം പ്രശ്നങ്ങൾ നേരിടുന്ന സ്ത്രീകൾക്ക് സ്വന്തം താമസ സ്ഥലത്ത് നിന്നു തന്നെ ഓൺലൈനായി കൗൺസലിംഗ്, നിയമസഹായം എന്നിവ നൽകുക എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ചിട്ടുള്ള പദ്ധതി താഴെ പറയുന്നവയിൽ ഏതാണ്? ഉത്തരം ഓപ്ഷൻ എ, കാതോർത്ത് പദ്ധതി. കാതോർത്ത്. 33ാമത്തെ ചോദ്യം. കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ ആരാണ്? കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷയാണ് പി സതീദേവി. ഉത്തരം ഓപ്ഷൻ സി, പി സതീദേവിയാണ് കേരള സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷ. 34ാമത്തെ ചോദ്യം. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മവും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനകൾ ഏതൊക്കെയാണ്? മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ വിവിധ ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയല്ലാത്ത പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. മൂന്നും നാലും പ്രസ്താവനകൾ തെറ്റാണ്. അപ്പോൾ ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. സെറിബെല്ലം ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നു. ശരീരത്തിൻ്റെ തുലന നില പരിപാലിക്കുന്നത് സെറിബെല്ലമാണ്. അതുപോലെ ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ചിന്ത, ബുദ്ധി, ഓർമ്മ എന്നിവയുടെ കേന്ദ്രമാണ് സെറിബ്രം. ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ശരിയല്ലാത്ത പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. 3ഉം 4ഉം പ്രസ്താവനകൾ തെറ്റാണ്. 35ാമത്തെ ചോദ്യം. ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നു. ജീവകങ്ങളും അവയുടെ അപര്യാപ്തതാ രോഗങ്ങളും തന്നിരിക്കുന്നു. ഇവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഉത്തരം ഓപ്ഷൻ സി. 1ഉം 4ഉം ജോഡികൾ ശരിയാണ്. അതായത് നിശാന്തത അപര്യാപ്തത രോഗം വരുന്നത് ജീവകം എയുടെ അഭാവം മൂലമാണ്. ജീവകം എയുടെ അഭാവം മൂലമുണ്ടാകുന്ന രോഗമാണ് നിശാന്തത. ഇത് ശരിയാണ്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ് റിക്കറ്റ്സ്. അപ്പോൾ ശരി ഉത്തരം വരുന്നത് 1ഉം 4ഉം ജോഡികൾ ശരിയാണ്. ഉത്തരം ഓപ്ഷൻ സി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.